കശുവണ്ടി വ്യവസായ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. തൊഴിലാളികൾക്ക് മാന്യമായ ജീവിത സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിക്കുകയായിരുന്നു സ്ഥാനാർത്ഥി. കശുവണ്ടി വ്യവസായ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് മാവേലിക്കര പാർലമെന്റ് മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. തൊഴിലാളികൾക്ക് മാന്യമായ ജീവിത സാഹചര്യം ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി കൊട്ടാരക്കര മണ്ഡലത്തിലെ കശുവണ്ടി ഫാക്ടറികൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. കുന്നത്തുവിള കശുവണ്ടി ഫാക്ടറി, മൈലം, പുത്തൂർ, പഴയച്ചിറ സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറി, അൽഫോൻസ ഇൻഡസ്ട്രീസ്, തെക്കുംശ്ശേരി രവീസ് എക്സ്പോർട്ടേഴ്സ്, ശ്രീലക്ഷ്മി, ചുങ്കത്തറ സെന്റ് പോൾസ് കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള നെടുമ്പായിക്കുളം, ചീരങ്കാവ് ഫാക്ടറി, നൂർനാട്, പണയിൽ എന്നിവിടങ്ങളിലെ തൊഴിലാളികളുടെ വോട്ട് കൊടിക്കുന്നിൽ സുരേഷ് തേടി. എഴുകോൺ നാരായണൻ, സവിൻ സത്യൻ എന്നിവരുടെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കലയപുരം മാർ ബസേലിയസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പ്രാർത്ഥനയോടുകൂടിയാണ് പ്രചാരണ പരിപാടി ആരംഭിച്ചത്. തുടർന്ന് കലയപുരം ആശ്രയ കേന്ദ്രം സ്ഥാനാർത്ഥി സന്ദർശിച്ചു. 40 പെൺകുട്ടികൾ ഉൾപ്പെടെ 1050 അന്തേവാസികൾ ആണ് ആശ്രയ കേന്ദ്രത്തിലുള്ളത്. കലയപുരം ജോസ് എന്ന സന്നദ്ധ പ്രവർത്തകൻ 27 വർഷം മുമ്പ് സ്വന്തം വീട്ടിൽ ആരംഭിച്ച കേന്ദ്രം കൊടിക്കുന്നിൽ സുരേഷ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത്. ഇപ്പോൾ കോട്ടയം, പാലക്കാട്, മലപ്പുറം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ ശാഖകളുമുണ്ട്. നിരാലംബരായ 2000-ൽ പരം പേരെ ആശ്രയ കേന്ദ്രത്തിൽ സംരക്ഷിക്കുന്നുണ്ട്. ചെങ്ങമനാട് ദൈറ ബത്ലഹേം ആശ്രമത്തിലെ ഫാദർ സക്രിയ, ഫാദർ ബേബി എന്നിവരെ സന്ദർശിക്കുകയും ചെയ്തു. SNDP യൂണിയൻ ഓഫീസിലെത്തിയ സ്ഥാനാർത്ഥി ഗുരുമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. ഭാരവാഹികളായ സതീഷ്, സത്യപാലൻ, K. അരുൾ, അജിത് കുമാർ എന്നിവരുമായി ചർച്ച നടത്തി. പത്തനാപുരം ജംഗ്ഷനിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ കയറി. പത്തനാപുരം ജുമാ മസ്ജിദിൽ നോമ്പുതറ ചടങ്ങിലും പങ്കെടുത്തു. ഇതിനൊക്കെ ഒരു മാറ്റം വരണമെങ്കിൽ ESI നിയമം രാജ്യത്ത് കൊണ്ടുവന്നത് കോൺഗ്രസ്, PF നിയമം ഈ രാജ്യത്ത് തൊഴിലാളികൾക്ക് വേണ്ടി കൊണ്ടുവന്നത് കോൺഗ്രസ് ഗവൺമെന്റ്, ബോണസ് ആക്ട് കൊണ്ടുവന്നത് തൊഴിലാളികൾക്ക് ബോണസ്, മിനിമം വേജസ് ആക്ട്, അങ്ങനെ 45-50 തൊഴിൽ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ഗവൺമെന്റുകൾ അധികാരത്തിൽ വരുന്നതാണ്. CDNet ന്യൂസ് ചാരുമൂട്.